കാർഡിനായി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യൻ കുടുംബാംഗങ്ങൾക്കും പ്രത്യേകിച്ച് മലയാളി H1B വിസ ഉടമകൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇമിഗ്രേഷൻ അപ്ഡേറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. 2026 ഓഗസ്റ്റ് മാസത്തേക്കുള്ള US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വിസ ബുള്ളറ്റിനും അതിനോടനുബന്ധിച്ച് US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് ആയ USCIS നൽകിയിരിക്കുന്ന അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റസ് ഫയലിംഗ് നിർദ്ദേശങ്ങളുമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഈ പുതിയ അപ്ഡേറ്റുകൾ നിങ്ങളുടെ ഗ്രീൻ കാർഡ് പ്രോസസ്സിംഗിനെയും I-485 ഫയലിംഗിനെയും H1B എക്സ്റ്റൻഷൻ പ്ലാനിങ്ങിനെയും എങ്ങനെ ബാധിക്കുമെന്നതാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് നോക്കാം. 2026 ഓഗസ്റ്റിൽ USCIS ഒരു പുതിയ ഗ്രീൻ കാർഡ് ഫീസ് ഘടന പ്രഖ്യാപിച്ചിട്ടില്ല. അതായത് നിലവിൽ പ്രാബല്യത്തിലുള്ള ഫീസ് നിയമങ്ങളാണ് ഇപ്പോഴും തുടരുന്നത് എന്ന് ഓർക്കുക. 2024 നിലവിൽ വന്ന ഫീസ് റൂൾ പ്രകാരം അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റസ് അപേക്ഷയോടൊപ്പം സമർപ്പിക്കുന്ന എംപ്ലോയ്മെന്റ് ഓതറൈസേഷൻ ഡോക്യുമെന്റ്, അഡ്വാൻസ്ഡ് പരോൾ എന്നിവയ്ക്ക് പ്രത്യേകം ഫീസ് നൽകേണ്ടതാണ്. മുമ്പ് ഒരുമിച്ച് അപേക്ഷിക്കാൻ ലഭിച്ചിരുന്ന സൗകര്യം ഇപ്പോൾ നിലവിലില്ല. അതിനാൽ ഗ്രീൻ കാർഡ് പ്രോസസ് ആരംഭിക്കാൻ പദ്ധതിയിടുന്നവർ ആവശ്യമായ ചെലവുകൾ മുൻകൂട്ടി കണക്കാക്കി സാമ്പത്തിക ആസൂത്രണം നടത്തേണ്ടത് വളരെ പ്രധാനമാണ്. ഇനി എല്ലാവരും കാത്തിരിക്കുന്ന വിസ ബുള്ളറ്റിൻ അപ്ഡേറ്റിലേക്ക് കടക്കാം. 2026 ഓഗസ്റ്റ് മാസത്തെ എംപ്ലോയ്മെന്റ് ബേസ്ഡ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റസ് അപേക്ഷകൾ സ്വീകരിക്കുമ്പോൾ USCIS ഫൈനൽ ആക്ഷൻ ഡേറ്റ് ചാർട്ട് ആണ് ഉപയോഗിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം പലർക്കും വിസ ബുള്ളറ്റിനിൽ കാണുന്ന രണ്ട് ചാർട്ടുകളായ ഡേറ്റ് ഫോർ ഫയലിംഗും ഫൈനൽ ആക്ഷൻ ഡേറ്റും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമായിരിക്കണമെന്നില്ല. ഡേറ്റ് ഫോർ ഫയലിംഗ് എന്നത് ഭാവിയിൽ അപേക്ഷ സമർപ്പിക്കാൻ അർഹത ലഭിക്കുന്ന സമയത്തെ സൂചിപ്പിക്കുമ്പോൾ ഫൈനൽ ആക്ഷൻ ഡേറ്റ് എന്നത് USCIS ഒരു അപേക്ഷയ്ക്ക് അന്തിമ തീരുമാനമെടുക്കാനും ഗ്രീൻ കാർഡ് അനുവദിക്കാനും ഉപയോഗിക്കുന്ന തീയതിയാണ്. 2026 ഓഗസ്റ്റിൽ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റസ് ഫയൽ ചെയ്യുന്നതിനായി ഫൈനൽ ആക്ഷൻ ഡേറ്റ് ചാർട്ട് മാത്രമാണ് USCIS ഉപയോഗിക്കാൻ അനുവദിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള എംപ്ലോയ്മെന്റ് ബേസ്ഡ് അപേക്ഷകരുടെ അവസ്ഥ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോഴും വലിയ ബാക്ക്ലോഗുകൾ തുടരുകയാണ്. EB1 വിഭാഗത്തിൽ ഇന്ത്യക്കാരുടെ ഫൈനൽ ആക്ഷൻ ഡേറ്റ് 2022 ഒക്ടോബർ 15 വരെയാണ് മുന്നേറിയിരിക്കുന്നത്. ഇത് ചെറിയ മുന്നേറ്റമാണെങ്കിലും ബാക്ക്ലോഗ് അവസാനിച്ചുവെന്നോ ഗ്രീൻ കാർഡ് ഉടൻ ലഭിക്കുമെന്നോ അർത്ഥമില്ല. സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുൻപ് ഈ വിഭാഗത്തിൽ വീണ്ടും തീയതി പിന്നോട്ട് പോകാനുള്ള സാധ്യതയും ഇമിഗ്രേഷൻ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. EB2 വിഭാഗത്തിൽ സ്ഥിതി കൂടുതൽ വെല്ലുവിളി നിറഞ്ഞതാണ്. 2026 ഓഗസ്റ്റിൽ ഇന്ത്യക്കുള്ള EB2 ഫൈനൽ ആക്ഷൻ ഡേറ്റ് അൺഅവൈലബിൾ എന്ന നിലയിലാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഈ സാമ്പത്തിക വർഷത്തിലെ വിസ നമ്പറുകൾ മുഴുവൻ ഉപയോഗിക്കപ്പെട്ടതിനാൽ ഇപ്പോൾ പുതിയ അന്തിമ അംഗീകാരങ്ങൾ നൽകാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ EB2 വിഭാഗത്തിൽ ഉള്ളവർക്ക് അടുത്ത സാമ്പത്തിക വർഷത്തെ വിസ ബുള്ളറ്റിനുകളിൽ വരുന്ന മാറ്റങ്ങൾ വളരെ നിർണായകമായിരിക്കും. EB3 വിഭാഗത്തിൽ ഇന്ത്യയുടെ ഫൈനൽ ആക്ഷൻ ഡേറ്റ് 2014 ജനുവരി 1 വരെയാണ്. ഇത് വർഷങ്ങളായുള്ള ബാക്ക്ലോഗുകൾ ഇപ്പോഴും തുടരുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. അതിനാൽ EB3 അപേക്ഷകർ തങ്ങളുടെ പ്രയോറിറ്റി ഡേറ്റ് കൃത്യമായി നിരീക്ഷിക്കുകയും ഓരോ മാസവും പുറത്തിറങ്ങുന്ന വിസ ബുള്ളറ്റിൻ പരിശോധിക്കുകയും വേണം. ഇനി H1B വിസയിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളുടെ PERM ലേബർ സർട്ടിഫിക്കേഷൻ പൂർത്തിയാക്കുകയും I-140 അപേക്ഷ സമയബന്ധിതമായി അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് 6 വർഷത്തെ H1B കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് I-140 അംഗീകാരം ലഭിച്ചാൽ ഗ്രീൻ കാർഡ് ബാക്ക്ലോഗുകൾ തുടരുന്ന സാഹചര്യത്തിലും H1B വിസ നീട്ടാനുള്ള നിയമപരമായ അവസരങ്ങൾ ലഭിക്കും. അതിനാൽ തൊഴിലുടമയുമായും ഇമിഗ്രേഷൻ അഭിഭാഷകരുമായി ചേർന്ന് ഓരോ ഘട്ടവും കൃത്യമായി പ്ലാൻ ചെയ്യേണ്ടത് അനിവാര്യമാണ്. അതുപോലെ പ്രയോറിറ്റി ഡേറ്റ് കറണ്ട് ആകുമ്പോൾ മറ്റൊരു കാര്യവും മറക്കരുത്. ജനന സർട്ടിഫിക്കറ്റുകൾ, വിവാഹ സർട്ടിഫിക്കറ്റ്, പോലീസ് രേഖകൾ, ആവശ്യമായിടത്ത് മെഡിക്കൽ എക്സാമിനേഷൻ റിപ്പോർട്ട്, മറ്റ് സിവിൽ ഡോക്യുമെന്റുകൾ എന്നിവ മുൻകൂട്ടി തയ്യാറാക്കി വെക്കുന്നത് നല്ലതാണ്. USCIS രേഖകൾ ആവശ്യപ്പെട്ട ശേഷം വൈകി സമർപ്പിക്കുന്നത് അപേക്ഷയുടെ പ്രോസസ്സിംഗിൽ കാലതാമസം സൃഷ്ടിച്ചേക്കാം. ഈ സാഹചര്യത്തിൽ മറ്റൊരു പ്രധാന നിർദ്ദേശവും ഉണ്ട്. സോഷ്യൽ മീഡിയയിലൂടെയോ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെയോ പ്രചരിക്കുന്ന സ്ഥിരീകരിക്കാത്ത പ്രയോറിറ്റി ഡേറ്റ് വാർത്തകൾ വിശ്വസിക്കാതെ ഓരോ മാസവും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഔദ്യോഗിക വിസ ബുള്ളറ്റിനും USCISന്റെ ഔദ്യോഗിക അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റസ് ഫൈനൽ ചാർട്ടും പരിശോധിച്ച ശേഷമേ തീരുമാനങ്ങൾ എടുക്കാവൂ. കാരണം ഒരു മാസത്തെ ചെറിയ മുന്നേറ്റം പോലും അടുത്ത മാസത്തിൽ റെട്രോഗ്രേഷൻ ആയി മാറാൻ സാധ്യതയുണ്ട്. 2026 ഓഗസ്റ്റ് മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഇവയാണ്. ഒന്നാമത്തേത്, പുതിയ USCIS ഫീസ് ഘടന പ്രഖ്യാപിച്ചിട്ടില്ല. നിലവിലുള്ള ഫീസ് നിയമങ്ങളാണ് ഇപ്പോഴും തുടരുന്നത്.
രണ്ടാമത്തേത് എംപ്ലോയ്മെന്റ് ബേസ്ഡ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റസ് അപേക്ഷകൾക്കായി ഈ മാസം ഫൈനൽ ആക്ഷൻ ഡേറ്റ് ചാർട്ടാണ് ഉപയോഗിക്കുന്നത്. മൂന്നാമത്തേത് ഇന്ത്യക്കാർക്കുള്ള ഗ്രീൻ കാർഡ് ബാക്ക്ലോഗുകൾ ഇപ്പോഴും തുടരുകയാണ്. പ്രത്യേകിച്ച് EB2 വിഭാഗം ഇപ്പോൾ അൺഅവൈലബിൾ ആയി നിൽക്കുകയും EB3 വിഭാഗം ഇപ്പോഴും വർഷങ്ങൾക്ക് പിന്നിലുമാണ്. അതുകൊണ്ട് ഗ്രീൻ കാർഡിനായി കാത്തിരിക്കുന്ന എല്ലാവരും തങ്ങളുടെ പ്രയോറിറ്റി ഡേറ്റ് കൃത്യമായി ട്രാക്ക് ചെയ്യുക, ആവശ്യമായ രേഖകൾ മുൻകൂട്ടി തയ്യാറാക്കുക, ഇമിഗ്രേഷൻ അഭിഭാഷകരുമായി സ്ഥിരമായി ആശയവിനിമയം നടത്തുക. ശരിയായ സമയത്ത് ശരിയായ നടപടി സ്വീകരിക്കുന്നത് നിങ്ങളുടെ ഗ്രീൻ കാർഡ് യാത്രയിലെ വലിയ മാറ്റമുണ്ടാക്കാൻ സഹായിക്കും. ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അമേരിക്കൻ ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ഔദ്യോഗിക അപ്ഡേറ്റുകളും വിസ ബുള്ളറ്റിൻ വിശകലനങ്ങളും H1B ഗ്രീൻ കാർഡ് USCIS വാർത്തകളും അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക.